നമസ്കാരം പ്രിയ ഇന്ത്യൻ സഹോദരി സഹോദരന്മാരെ. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നേതാക്കൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിത്തന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവർ കയ്യും മെയ്യും മറന്ന് ഒരുമിച്ച് അധ്വാനിച്ച് നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വേണ്ടി നേടിത്തന്നിട്ടുള്ളതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലായ്മ എങ്ങനെയായിരുന്നു എന്ന് ആദ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അന്ന് സാധാരണ മനുഷ്യർ അനുഭവിച്ചിരുന്ന അനുഭവങ്ങൾ, അവരുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങൾ, അന്ന് നേരിട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. എനിക്കറിയാം, നിങ്ങൾ പലരും ഇപ്പൊ ചരിത്രം പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ചരിത്രം പഠിച്ചവരാണ്. അപ്പോൾ നമുക്ക് നിരവധി പാഠങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1919 അന്ന് വന്നൊരു ആക്റ്റാണ് റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞത്. അതെന്തായിരുന്നു എന്നറിയോ? നമ്മുടെ ഇന്ത്യക്കാരെ ഏവരെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നുന്ന പോലെ നമുക്ക് അറസ്റ്റ് ചെയ്യാം, തോന്നുന്ന പോലെ ചോദ്യം ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പോരാടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അവരെ കൊണ്ട് കാരണമില്ലാതെ വെറുതെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ തിരി കെടുന്നതിനൊക്കെ അത് കാരണമാവും. അപ്പോൾ റൗലറ്റ് ആക്ടിന് എതിരെ നമ്മൾ ഒരുപാട് പ്രതിരോധിച്ചു. അങ്ങനെ അത്തരത്തിലൊരു കാര്യം ആദ്യമാണ് നമ്മൾ അനുഭവിച്ചത്. ഇതിനു മുമ്പും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ അതുപോലെ നമ്മൾ അനുഭവിച്ചൊരു കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഒരു വ്യവസായ വിപ്ലവത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ നന്നാൻ വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു, അത്തരത്തിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മളാവേണ്ടെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, സാധാരണക്കാർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതെ പോയി. അങ്ങനെ പല പല കാരണങ്ങൾ അവിടെ വന്നു. അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിനെയും അല്ലെങ്കിൽ അവർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ മേഖലയെയും അവർ കൈയടക്കുകയാണ്. അതിനുശേഷം പിന്നെയും ഉണ്ട് നമ്മുടെ തൊഴിലാളികളുടെ അവസ്ഥ. ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കർഷക തൊഴിലാളികള്, മറ്റ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവര്, നിരവധി ആളുകൾ. ഒരു കാലത്ത് അവർക്ക് കോട്ടൺ, പരുത്തിക്ക് ആവശ്യമുണ്ടായ സമയത്ത് അത് വേണമെന്ന് പറഞ്ഞു, പിന്നെ അതല്ലാത്ത സമയത്ത് വേറെ വേണമെന്ന് പറഞ്ഞു, പിന്നെ അതിന് ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് തന്നെ മധ്യസ്ഥരുടെ ചൂഷണം, അതിന്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാരുടെ ചൂഷണം, അങ്ങനെ എല്ലാം കൂടി നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ തൊഴിൽ മേഖലയിലും നമ്മൾ അനുഭവിക്കുകയാണ്. പിന്നുള്ളതാണ് നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലും അന്നത്തെ കാലത്ത് നമുക്ക് ഹെൽത്ത് കെയർ ആയിട്ട് വലിയ ഫെസിലിറ്റീസ് കിട്ടണില്ല, നമുക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു പനി വന്നാൽ നമ്മൾ നാട്ടുവൈദ്യം ചികിത്സിക്കുക എന്നുള്ളത് അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സാ രീതി അന്ന് നമുക്കുണ്ടായിരുന്നില്ല. പിന്നെയുണ്ട് പിന്നീട് അതിലൊരു കാര്യം എന്താണെന്നറിയോ? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു ആശയം. അതായത് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന വലിയൊരു ആശയം, മഹത്തായ ആശയമാണ് ഇതല്ലേ. പക്ഷെ ആ ഒരു ആശയത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഭിന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഭരണം അവര് കുറെയൊക്കെ വിജയം കാണുകയും ചെയ്യാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ വലിയൊരു വിഭജനം നമ്മൾ കാണുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ഈ വിഭജനത്തോടെ എന്തായി? ഹിന്ദുക്കളുടെ രാജ്യത്തും മുസ്ലിങ്ങളുടെ രാജ്യത്തും എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? കുറച്ചു പേര് വേറെ രാജ്യത്തേക്കും പോയി, നമ്മൾ ഇവിടെയായി. നമ്മുടെ അങ്ങനെയുള്ള ഒരു വിഭജനം നമ്മൾക്ക് വന്നു. അങ്ങനെ നമ്മളെ എന്തൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നമ്മളെ കൊള്ളയടിക്കാൻ പറ്റുമോ, എന്തൊക്കെ നമ്മളിൽ നിന്ന് നല്ലത് അവർക്ക് എടുക്കാൻ പറ്റുമോ, ഇതൊക്കെ അവരെടുക്കുക. എന്നിട്ട് അവശേഷിക്കുന്നത് മാത്രം നമുക്ക് എന്നുള്ള രീതി. നമുക്ക് എന്നൊന്നും ഇല്ല അവിടെ എന്താണ് ബ്രിട്ടീഷുകാർ ഭരിക്കുക, അവരുടെ തീരുമാനം, അവരുടെ ആവശ്യങ്ങൾ മാത്രമാണ് അന്നൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെതിരെയാണ് നമ്മുടെ ഗാന്ധിജി, അതുപോലെ തന്നെ റാണി ലക്ഷ്മിഭായ്, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, അതുപോലെ നിരവധി ആളുകൾ, നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള നിരവധി ആളുകളുടെ രക്തം ചിന്തി അവരുടെ ഓരോ